കരൂരിൽ പ്രചാരണ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച് മാസങ്ങൾക്ക് ശേഷം നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് തമിഴ്നാട്ടിൽ തന്റെ ആദ്യ പൊതുപരിപാടി സംഘടിപ്പിച്ചു. ഇന്ന് ഈറോഡിൽ നടന്ന തമിഴക വെട്രിക്കഴകം റാലിയോടെയാണ് വിജയ് വീണ്ടും പൊതുരംഗത്ത് സജീവമാകുന്നത്. മുൻ അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ശക്തനായ കെ.എ. സെങ്കോട്ടയ്യൻ നേതൃത്വം നൽകുന്ന പരിപാടിക്ക് പെരുന്തുറയിലെ വിജയമംഗലം ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള വേദിയിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. AIADMK നേതൃത്വവുമായി ഇടഞ്ഞ് TVKയിൽ ചേർന്ന സെങ്കോട്ടയ്യന്റെ നിർദ്ദേശപ്രകാരമാണ് ഈറോഡ് TVKയുടെ റാലി. പോലീസ് പുറപ്പെടുവിച്ച നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നേതാവ് വിജയ് പ്രസംഗിക്കുന്നത് കാണാൻ വരുന്നവർക്ക് QR കോഡുകളോ പാസുകളോ നൽകിയിട്ടില്ലെന്നും സെങ്കോട്ടയ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ കോയമ്പത്തൂരിലേക്ക് വന്ന ശേഷം റോഡ് മാർഗം ഈറോഡിലെ വേദിയിലേക്ക് താരം എത്തി. അദ്ദേഹം റാലിയെ അഭിസംബോധന ചെയ്തു. നടനെ കാണാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനും 35,000 പേർ എത്തി. റാലിക്ക് ശേഷം വിജയ് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വിമാനത്തിൽ മടങ്ങും. പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോയമ്പത്തൂർ വിമാനത്താവളം മുതൽ ഈറോഡിലെ റാലി വേദി വരെയുള്ള 68 കിലോമീറ്റർ ദൂരത്തിൽ വിജയുടെ വാഹനത്തെ പിന്തുടരുതെന്ന് പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. VIP-കൾ, സ്ത്രീകൾ, പാർട്ടി ഭാരവാഹികൾ, പാർട്ടി കോഡർമാർ എന്നിവർക്കായി പ്രത്യേക ലോഞ്ചുകൾ നിർമ്മിക്കുന്നത് മുതൽ വിപുലമായ ക്രമീകരണങ്ങൾ വേദിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പാർട്ടി അറിയിച്ചു. ഗർഭിണികൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് പാർട്ടി നേതൃത്വം കർശനമായി അഭ്യർത്ഥിച്ചു. വേദിയിൽ 60-ലധികം CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആംബുലൻസുകളും മെഡിക്കൽ സംഘങ്ങളും വേദിയിൽ വിന്യസിച്ചിട്ടുണ്ട്. മതിയായ കുടിവെള്ള സൗകര്യങ്ങളും ടോയ്ലറ്റുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. സുരക്ഷയ്ക്കും ഗതാഗത മാനേജ്മെന്റിനുമായി 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിജയ്ക്കായി പാർട്ടി ഒരുക്കിയ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ബൗൺസർമാർക്കും പുറമെയാണിത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്രചാരണ ബസിൽ വിജയ് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യും.